ഇന്ന് നടന്ന 10th മെയിൻസ് പരീക്ഷയായ അറ്റൻഡർ അതുപോലെ തന്നെ സ്റ്റോർ കീപ്പർ പരീക്ഷയുടെ ആൻസർ കീ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇന്ന് നടന്ന 10th ലെവൽ ബേസ് ചെയ്തുള്ള മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ ആണ്. അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എല്ലാവരും ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ആദ്യത്തെ ചോദ്യം, 1897 അമരാവതിയിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു എന്നാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്, സർ സി ശങ്കരൻ നായരാണ് കേട്ടോ. അപ്പൊ ഒന്നിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്, സർ സി ശങ്കരൻ നായരാണ്. രണ്ടാമത്തെ ചോദ്യം, 2025 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരം നേടിയ കളിക്കാരൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഉസ്മാൻ ഡെബല്ലയാണ്. ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് കറന്റ് അഫയേഴ്സ് ക്ലാസ്സിൽ. ഓപ്ഷൻ ബി ഉസ്മാൻ ഡെബല്ലയാണ്. മൂന്നാമത്തെ ചോദ്യം, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഉത്തർപ്രദേശിലെ ബരൌട്ട് പർഗാനയിൽ കലാപത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ ഷാമലാണ്. നാലാമത്തെ ചോദ്യം, പിൻതീയതി വെച്ച ചെക്ക് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ക്രിപ്സ് മിഷനെയാണ്. അഞ്ചാമത്തെ ചോദ്യം, മലയാളത്തിലെ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, സംക്ഷേപ വേദാർത്ഥമാണ്. സംക്ഷേപ വേദാർത്ഥമാണ്. ആറാമത്തെ ചോദ്യം, നിസ്സഹരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം ഏതാണ്? എല്ലാവർക്കും കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ഏതാണ്? ഓപ്ഷൻ ഡി, ചൗരി ചൗര ഇൻസിഡന്റ് ആണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുന്നതാണ്. ശരിയായ പ്രസ്താവനകളാണ്. നമുക്ക് നോക്കാം. വയനാട് ജില്ല രൂപീകൃതമായത് 1981 നവംബർ 1 തെറ്റാണ്. വയനാട് ജില്ലയിൽ 3 താലൂക്കുകളുണ്ട്, അത് ശരിയാണ്. അതുപോലെ തന്നെ 700 മീറ്റർ മുതൽ 2100 മീറ്റർ വരെയാണ് വയനാട് പീഠഭൂമിയുടെ ഉയരം, അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 2ഉം 3ഉമാണ് 7ന്റെ ആൻസർ ആയിട്ട് വരുന്നത്. എട്ടാമത്തെ ചോദ്യം, 2050 കേരളത്തെ കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാക്കാനുള്ള പദ്ധതിയായ അങ്കൻ ജ്യോതി പദ്ധതി പൈലറ്റ് അടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയ ഒരു നിയോജക മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ചിറ്റൂരാണ്. ഒൻപതാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായത് ഏതൊക്കെയാണ്? ഇവിടെ ശരിയായിട്ടുള്ളത് 2ഉം 3ഉമാണ്. അതായത് ഉപോഷ്ണ മേഖല, ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്കും 30 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്നു. ഉപദ്രൂവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്കും 60 ഡിഗ്രി തെക്കും സ്ഥിതി ചെയ്യുന്നു. ആൻസർ ഓപ്ഷൻ സി ആണ്, 2ഉം 3ഉമാണ്. പത്താമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നദികളുടെ പോഷക നദികൾ ഏതെല്ലാം എന്നാണ് വെച്ചിരിക്കുന്നത്. ശരിയായിട്ട് പോഷക നദികൾ ഏതെല്ലാം? ഇവയിൽ ശരിയായ പോഷക നദികൾ ഏതെല്ലാം എന്നാണ് വെച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? ചമ്പൽ, ബനാസ് ശരിയാണ്. അതുപോലെ തന്നെ കാവേരി, ഖബനി ശരിയാണ്. ബാക്കിയൊക്കെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 11ാമത്തെ ചോദ്യം, ഒരു സെക്കൻഡ് സമയത്തിൽ ഒരു നിശ്ചിത സ്ഥാനം കടന്നു പോകുന്ന തിരമാലകളുടെ എണ്ണത്തെ പറയുന്ന പേരെന്താണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിര ആവൃത്തിയാണ് കേട്ടോ. തിര ആവൃത്തിയാണ്. 12, താഴെ പറയുന്നവയിൽ ഉപദ്വീപീയ പീഠഭൂമിയിൽ ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. നമുക്ക് നോക്കാം. ഉപദ്വീപീയ പീഠഭൂമിയുടെ ചരിവ് പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് കുറഞ്ഞു വരുന്നു. ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ വടക്കുകിഴക്കൻ തുടർച്ചയാണ് ഷില്ലോങ് പീഠഭൂമി. ശരിയാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ പടിഞ്ഞാറ് അതിർത്തി ഗിർ മലനിരകളാണ്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 എന്നിവ ശരിയാണ്. 13, താഴെ പറയുന്നവയിൽ സാമ്പത്തിക വികസനത്തിന്റെ അളവുകോൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, പ്രതിശീർഷ വരുമാനമാണ്. 14ാമത്തേത്, താഴെ പറയുന്നവയിൽ കേന്ദ്ര ഗവൺമെന്റ് കളക്ട് ചെയ്യാത്ത നികുതി ഏതെന്നാണ് വെച്ചത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, തൊഴിൽ നികുതിയാണ് കേട്ടോ. തൊഴിൽ നികുതി. 15, ചോദനം അതിന്റെ പ്രധാനത്തെ ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞതാരാണ്? ഇതെല്ലാവർക്കും പാടായിരിക്കും. ആൻസർ ഓപ്ഷൻ എ ആണ്, JB സേ ആണ്. 16, മിശ്ര സമ്പദ് വ്യവസ്ഥ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പൊതുമേഖലയും സ്വകാര്യ മേഖലയുമാണ് മിശ്ര സമ്പദ് വ്യവസ്ഥ എന്ന് ഉദ്ദേശിക്കുന്നത്. 16 ഓപ്ഷൻ ബി ആണ്. 17ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ് വെച്ചിരിക്കുന്നത്. ഏതെല്ലാമാണ് ഘടകങ്ങൾ? ഇതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത് കേട്ടോ. എല്ലാം എന്നാണ് കേട്ടോ. അതായത് അത്യുൽപാദന ശേഷിയുള്ള വ്യക്തികൾ, ജലസേചനം, രാസവള പ്രയോഗം, ഇതെല്ലാം ഹരിത വിപ്ലവത്തിന്റെ ഘടകങ്ങളാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, എല്ലാം എന്നുള്ളതാണ്. 18ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ പഞ്ചവത്സര പദ്ധതികൾ എന്ന സങ്കല്പം ഏത് രാജ്യത്തു നിന്നുമാണ് കടമെടുത്തത്? ആൻസർ ഏതാണ്? നമുക്ക് എല്ലാവർക്കും പറയുന്നതാണ് ഓപ്ഷൻ എ, റഷ്യയാണ്. 19, ഇന്ത്യൻ ജനസംഖ്യയുടെ 70% ആളുകളും ഏർപ്പെട്ടിരിക്കുന്ന മേഖല ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, പ്രാഥമിക മേഖലയാണ്. 20ാമത്തെ ചോദ്യം, 2025 ഏപ്രിൽ മാസം
പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേര് നിർദ്ദേശിച്ച വ്യക്തി ആരാണ്? നമുക്ക് സിമ്പിൾ ആണ്. ആരാണ് നിർദ്ദേശിച്ചത്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിയാണ് ഈ ഒരു പേര് നിർദ്ദേശിച്ചത്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഇവരാരുമല്ല എന്നതാണ് ആൻസർ. ഇനി 21ാമത്തെ ചോദ്യം ചേരുംപടി ചേർക്കുന്നതാണ്. 91ാം ഭരണഘടനാ ഭേദഗതി. 91ാം ഭരണഘടനാ ഭേദഗതി ഏതാണ്? മന്ത്രിമാരുടെ എണ്ണം ലോകസഭയിൽ 15% കവിയാൻ പാടില്ല. അതാണ് ശരിയായിട്ടുള്ളത്. അതുപോലെ തന്നെ എന്താണ് 74ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? നഗര തദ്ദേശ സ്ഥാപനങ്ങളെ ഭരണഘടനാവൽക്കരിച്ചു. അതുപോലെ തന്നെ എന്താണ് 86ാം ഭരണഘടനാ ഭേദഗതി എന്താണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കി. അതുപോലെ തന്നെ 42ാം ഭേദഗതി എന്താണ്? ലോകസഭയുടെ കാലാവധി 6 വർഷമാക്കി. ഇതിനകത്ത് നമ്മൾ സ്ഥിരം കേൾക്കുന്നതാണ് 86ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്താണ്? വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. അത് മാത്രം അറിഞ്ഞിരുന്നാൽ പോലും നമുക്ക് ആൻസറിലോട്ട് എത്തുന്നതാണ് കേട്ടോ. അത് C2 ഇത് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ ബി മാത്രമേ ഉള്ളൂ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് ആൻസർ. A3, B1, C2, D4. 22 ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് താഴെ പറയുന്നവരിൽ ആരാണ്? ആൻസർ ഓപ്ഷൻ എ അജിത് ഡോവൽ ആണ് കേട്ടോ. 23 കാലക്രമത്തിൽ എഴുതുക എന്നാണ്. കാലക്രമത്തിൽ എടുക്കുക, ഇന്ത്യയിലെ രാഷ്ട്രപതികളെ എടുക്കുക എന്നാണ്. ആദ്യം ആരാണ് വരുന്നത്? രാജേന്ദ്ര പ്രസാദ് ആണ്. അതിനുശേഷം സർവേപ്പള്ളി രാധാകൃഷ്ണൻ, അതിനുശേഷം സക്കീർ ഹുസൈൻ, അതിനുശേഷമാണ് ഡോക്ടർ VV ഗിരി വരുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. CBAD എന്നാണ്. അപ്പൊ 23ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 24 ചേരുംപടി ചേർക്കുക എന്നാണ്. പിന്നെ മാച്ച് ദ ഫോളോയിങ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അംഗത്തിന്റെ കാലാവധി 6 വർഷം. അംഗത്തിന്റെ കാലാവധി 6 വർഷമാണ്. ഏതാണ്? രാജ്യസഭയല്ലേ വരുന്നത്? സിമ്പിളായിട്ട് കണ്ടുപിടിക്കാവേ. അതുപോലെ തന്നെ ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന സ്ഥവ. ധനബില്ല് ആദ്യം അവതരിപ്പിക്കുന്ന എവിടെയാണ്? ലോകസഭയിലല്ലേ അവതരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് രാജ്യസഭ? എന്താണ് രാജ്യസഭ എന്ന് പറയുന്നത്? എന്താണ്? കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ആണ് രാജ്യസഭ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ലോകസഭ എന്ന് പറയുന്നത് ഹൗസ് ഓഫ് ദ പീപ്പിൾ ആണ് കേട്ടോ. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1B, 2C, 3A, 4D ആണ്. 25 ഇന്ത്യൻ രാഷ്ട്രപതിക്ക് വേണ്ട യോഗ്യതകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. വകുപ്പ് 58 ആണ്. ഇനി 26ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ ഒരു നീതിന്യായ സംവിധാനം ഉറപ്പാക്കാനായി ഭരണഘടന നൽകിയിരിക്കുന്ന വ്യവസ്ഥകളിൽ പെടാത്തത് ഏതൊക്കെയെന്നാണ്. ഇതിനകത്ത് പെടാത്തത് ഓപ്ഷൻ സി ആണ്. അതായത് 3 മാത്രമാണ് ഇതിനകത്ത് പെടാത്തത്. ബാക്കിയെല്ലാം പെടുന്നതായിട്ടുള്ളത്. അതായത് പ്രതിപക്ഷ പാർട്ടിയിലെ അംഗങ്ങൾക്ക് ജഡ്ജിമാരെ തെരഞ്ഞെടുക്കാനുള്ള അധികാരമാണ് ഇതിനകത്ത് പെടാത്തത്. അപ്പം 26ന്റെ ആൻസർ ഓപ്ഷൻ സി 3 മാത്രമാണ് ഇതിനകത്ത് അധികാരങ്ങളായിട്ട് പെടാത്തത്. 27 സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ്. തെറ്റായ പ്രസ്താവന. അപ്പൊ നമുക്ക് നോക്കാം. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും സംസ്ഥാന ഗവർണറാണ് നിയമിക്കുന്നത്. അത് ശരിയായിട്ടുള്ളതാണ്. സംസ്ഥാന സർവീസ് കമ്മീഷനിലെ അംഗത്തിന്റെ കാലാവധി 6 വർഷമോ അല്ലെങ്കിൽ 65 വയസ്സോ വരെയോ പദവിയിൽ തുടരാവുന്നതാണ്. അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗത്തെ കാലാവധിക്ക് മുമ്പായി പദവിയിൽ നിന്ന് നീക്കം ചെയ്യാൻ ഗവർണറുടെ ഉത്തരവിലൂടെ സാധിക്കുമെന്നും ഭരണഘടനാ വ്യവസ്ഥയാണ്. അതും തെറ്റാണ്. അപ്പൊ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3 എന്നിവയാണ് മാത്രമാണ് തെറ്റായിട്ടുള്ളത് കേട്ടോ. ഇനി 28ാമത്തെ ചോദ്യം. വയോജന സംരക്ഷണവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ശരിയായത് നോക്കാം നമുക്ക്. വയോജന ക്ഷേമത്തിനായി രാജ്യത്ത് ആദ്യമായി കമ്മീഷൻ രൂപീകരിക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന കേരള വയോജന കമ്മീഷൻ ബില്ല് കേരള നിയമസഭ പാസ്സാക്കിയിട്ടുണ്ട്. ശരിയാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗികളായ വയോജനങ്ങൾക്ക് സൗജന്യമായി ഗ്ലൂക്കോമീറ്റർ നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് വയോമിത്രം. അത് തെറ്റായിട്ടുള്ള പദ്ധതിയല്ലേ? വയോമധുരമല്ലേ ആ പദ്ധതിയായിട്ട് വരുന്നത്? അപ്പം 2ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. പിന്നെ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള വയോജനങ്ങൾക്ക് കൃത്രിമ ദന്തങ്ങളുടെ പൂർണ്ണ സെറ്റ് സൗജന്യമായി വെച്ചു കൊടുക്കുന്ന മന്ദഹാസം പദ്ധതിയിലൂടെ സാമൂഹ്യ നീതി വകുപ്പ് ലക്ഷ്യമിടുന്നത്. അതും ശരിയാണ്. അപ്പം ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 3 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി 29ാമത്തെ ചോദ്യം. കേരള സർക്കാർ നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികളെ കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നുള്ളതാണ് വെച്ചിരിക്കുന്നത്. ഇതിനകത്ത് ശരിയായിട്ടുള്ളത് കാഴ്ച വെല്ലുവിളി നേരിടുന്ന എല്ലാ വിഭാഗം നിരക്ഷർക്കും ബ്രെയിൽ സാക്ഷരത ലഭ്യമാക്കുന്നതിനായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ചേർന്ന് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ദീപ്തി പദ്ധതി. അപ്പോൾ 1ാമത്തെ ശരിയാണ്. അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങൾക്കിരയായവർക്ക് ആശ്രിതർക്ക് കേരള സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പുനരധിവാസ പദ്ധതിയാണ് നവജീവൻ. അത് തെറ്റായിട്ടുള്ളതല്ലേ? 55-നും 65-നും വയസ്സിനിടയിലുള്ളവർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ പദ്ധതി കേട്ടോ. അപ്പം 2 തെറ്റാണ്. അതുപോലെ തന്നെ 3ാമത്തെ തെറ്റാണ്. പിന്നെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 30ാമത്തെ ചോദ്യം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്.
ഭരണഘടനയുടെ 243 വകുപ്പ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ശരിയാണ്. സംസ്ഥാന നിയമസഭയിലേക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. തെറ്റല്ലേ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മാത്രമുള്ള തെരഞ്ഞെടുപ്പാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേൽനോട്ടം വഹിക്കുന്നത്. അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജിക്ക് വേണ്ടി നിർവചിച്ചിരിക്കുന്ന അടിസ്ഥാനത്തിലും രീതിയിലും അല്ലാതെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ കാലാവധിക്ക് മുമ്പായി ആ പദവിയിൽ നിന്ന് മാറ്റാൻ കഴിയില്ല. അത് ശരിയാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇനി 31ാമത്തെ ചോദ്യം, കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. നോക്കാം നമുക്ക്. കേരള സർക്കാരിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്വയംഭരണ സ്ഥാപനമാണ് കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റി. ശരിയാണ്. സംസ്ഥാനത്ത് സാക്ഷരതയും തുടർ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനും സജീവമാക്കുന്നതിനും വേണ്ടിയാണ് ഇത് രൂപീകരിച്ചിട്ടുള്ളത്. ശരിയാണ്. 3ാമത്തെ നോക്കാം. കേരള സാക്ഷരതാ മിഷൻ അതോറിറ്റിയുടെ ചെയർമാൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ്. തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം എന്നിവ മാത്രം ശരിയാണ്. ഇനി 32, സംസ്ഥാന ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. നോക്കാം. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അവലോകനം ചെയ്ത് ശുപാർശകൾ സമർപ്പിക്കാൻ നിയുക്തമായതാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. ശരിയാണ്. കേരളത്തിൽ ഇതുവരെ 7 ധനകാര്യ കമ്മീഷനുകൾ നിലവിൽ വന്നിട്ടുണ്ട്. നമ്മൾ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ പഠിച്ചാണ് 7ാം ധനകാര്യ കമ്മീഷൻ ഒക്കെ നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഏതാണ് ആൻസർ? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 33, കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന എന്നാണ് വെച്ചിരിക്കുന്നത്. നോക്കാം. 2008 കേരള സംസ്ഥാന നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് സ്ഥാപിതമായത്. ശരിയാണ്. കേരള സംസ്ഥാന തണ്ണീർത്തട സംരക്ഷണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ സംസ്ഥാന പരിസ്ഥിതി വനം വകുപ്പ് മന്ത്രിയാണ്. ശരി, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അതുപോലെ തന്നെ പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന വകുപ്പ് ഡയറക്ടർ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന അതും തെറ്റാണ്. അപ്പൊ ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2ഉം 3ഉം എന്നിവ മാത്രമാണ് തെറ്റായിട്ടുള്ളത്. ഇനി അടുത്തത് ലോക ഡയബറ്റിസ് ദിനമായി ആചരിക്കുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. നവംബർ 14 ലോക ഡയബറ്റിസ് ദിനം. 35, നാരങ്ങ, നെല്ലിക്ക തുടങ്ങിയവയിൽ കാണുന്ന വൈറ്റമിൻ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, വൈറ്റമിൻ സി ആണ്. 36, ഈ അടുത്ത ദിവസങ്ങളിൽ കേരളത്തിൽ വെച്ച് മരണമടഞ്ഞ മുൻ കെനിയൻ പ്രധാനമന്ത്രി ആരാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. റെയ്ഗ്ല ഒഡീഗയാണ് കേട്ടോ. റെയ്ഗ്ല ഒഡീഗയാണ്. 37ാമത്തെ ചോദ്യം, അടുത്ത ലോകകപ്പ് നടക്കാൻ പോകുന്ന വർഷം. പക്ഷേ ഇത് ഏത് ലോകകപ്പാന്ന് പറഞ്ഞിട്ടില്ല. ക്രിക്കറ്റ് ആണോ ഫുട്ബോൾ ആണോ എന്താണോ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയി പോകുന്നതാണ്. 38, കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം. ആൻസർ ഓപ്ഷൻ ബി, ഇരവികുളം നാഷണൽ പാർക്കാണ്. 39, കോശം കണ്ടുപിടിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, റോബർട്ട് ഹുക്കാണ്. 40, പഴ ഈച്ച എന്നറിയപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഡ്രോസോഫിലയാണ്. 41, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, സ്റ്റേപ്പിസ് ആണ്. 42, 2026 ബ്രിക്സ് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഇന്ത്യയാണ്. നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിൽ, യൂട്യൂബിൽ ഇട്ട ക്ലാസ്സിലും ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു, ഉറപ്പായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്നു പറഞ്ഞു. അത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മളൊരു കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ടെലഗ്രാമിൽ. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ ഒരു കറണ്ട് അഫയേഴ്സ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം 7:30 മുതൽ 8:00 വരെയാണ്. 1 hour ലൈവ് സെക്ഷൻ ക്ലാസ് ആണ്. ലൈവ് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ റെക്കോർഡ് സെക്ഷൻ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. അതോടൊപ്പം തന്നെ PDF നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. വീക്കിലി മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ റിവിഷൻ ഓറിയന്റഡ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ക്ലാസ്സസ് കണ്ടാൽ തന്നെ മനസ്സിലാവും, നമ്മുടെ ഒരു ക്ലാസ്സിന്റെ നിലവാരം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതായത് ടോപ്പിക് വൈസ് ആയിട്ടാണ് കറണ്ട് അഫയേഴ്സ് ക്ലാസ്സസ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ മന്ത്ലി കറണ്ട് അഫയേഴ്സും വീക്കിലിയും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ടോപ്പിക്കായിട്ട് പഠിക്കുന്നതുകൊണ്ട് എന്താണ്, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള രീതിയിലാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് പരീക്ഷ കുറച്ചുകൂടെ യൂസ്ഫുൾ ആയിട്ട് യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇതിന്റെ കോഴ്സ് ഫീ എന്ന് പറഞ്ഞാൽ വെറും 200 രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ. ഈ ഒരു നമ്പർ 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ടൊന്ന് വാട്സ്ആപ്പ് ചെയ്താൽ മതി. 81 299 339 എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി. എന്തായാലും ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ബാച്ച് ആയിരുന്നു. ഇതിന്റെ ഒരു കാലാവധി എന്ന് പറഞ്ഞാൽ 6 മാസമാണ്. ഇനി വരുന്ന 6 മാസത്തിനുള്ളിലാണ് എല്ലാ പ്രധാന പരീക്ഷകളും വരുന്നത്. ആ പരീക്ഷകൾക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ജോയിൻ ചെയ്യുക. കറണ്ട് അഫയേഴ്സ് ഞാൻ പക്കയാക്കി തരുന്നതാണ്. അടുത്ത ചോദ്യം നോക്കാം. 43, ഒരു പഴത്തിൽ അടങ്ങിയിരിക്കുന്ന ഊർജത്തിന്റെ അളവ് ഏകദേശം 840 കിലോ ജൂൾ ആണ്. ഇത് എത്ര കലോറിക്ക് തുല്യമായിരിക്കും? ആൻസർ ഓപ്ഷൻ സി ആണ്, 200
200 വരുന്നത്. 44 20 സെന്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എത്രയായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ്, -5D ആണ്. 45 ചുവടെ നൽകിയ പ്രസ്താവനകളിൽ ശരിയായത് എന്നാണ്. ഇതിനാൽ ശരിയായ പ്രസ്താവനകൾ ശബ്ദം അനുദൈർഘ്യ തരംഗവും പ്രകാശം അനുപ്രസ്ഥ തരംഗവുമാണ്. അത് ശരിയാണ്. അതോടൊപ്പം തന്നെ പ്രകാശം വൈദ്യുത കാന്തിക തരംഗമാണ്, അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉമാണ് ഇവിടെ ശരിയായിട്ടുള്ളത്. 46 താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുന്നതാണ്. പാമ്പൻ പാലത്തെക്കുറിച്ചാണ്. പുതിയ പാമ്പൻ പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് 2025 ഏപ്രിൽ 6-നാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വെർട്ടിക്കൽ ലിഫ്റ്റ് കടൽപ്പാലമാണ് പുതിയ പാമ്പൻ പാലം. നീളം 2.07 കിലോമീറ്റർ ആണ്. അത് ആൻസർ ഓപ്ഷൻ ബി. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 47 ചന്ദ്രയാൻ 3 ശിവശക്തി പോയിന്റിൽ വിജയകരമായി സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ തീയതി എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, 23 ഓഗസ്റ്റ് 2023 ആണ്. 48 STPയിൽ 1 മോൾ ഹൈഡ്രജന്റെ വ്യാപ്തം? ആൻസർ ഓപ്ഷൻ സി ആണ്, 22.4 ലിറ്റർ ആണ്. 49 കപട സംക്രമണ മൂലകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, സിങ്ക് ആണ്. 50 കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? ഓപ്ഷൻ എ സിങ്ക് ആണ്. 51 ലോക കാലാവസ്ഥാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ്, മാർച്ച് 23 ആണ്. 52 2025 ഇന്ത്യൻ ഫിലിം ഫെസ്റ്റിവൽ ഓഫ് കേരളയിൽ മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള ഓഡിയൻസ് പോൾ പുരസ്കാരം ലഭിച്ച ചിത്രം? ഓപ്ഷൻ ബി ആണ്, തന്ത പേരാണ്. 53 മച്ചാട്ടിളയത് ഏത് സാഹിത്യശാഖയിലാണ് പ്രസിദ്ധി നേടിയിട്ടുള്ളത്? ആൻസർ ഓപ്ഷൻ ബി, തിരുവാതിര പാട്ടാണ്. 54 ചേരമാൻ ജുമാ മസ്ജിദ് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണ്? ഓപ്ഷൻ ബി, കൊടുങ്ങല്ലൂരാണ്. 55 ചിന്നത്തമ്പി അണ്ണാവി ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട് പ്രശസ്തി നേടി? ആൻസർ ഓപ്ഷൻ എ, ചവിട്ട് നാടകമാണ്. 56 ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി ആരാണ്? CK ലക്ഷ്മണനാണ്. ഓപ്ഷൻ ഡി, CK ലക്ഷ്മണൻ. 57 അപ്പുക്കുളി എന്ന കഥാപാത്രം ഏത് മലയാള നോവലിന്റെ ഉള്ളതാണ്? ഏതാണ്? ഖസാക്കിന്റെ ഇതിഹാസമാണ്. 58 ശബരിമല ക്ഷേത്രം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഏതാണ്? ഓപ്ഷൻ സി, പത്തനംതിട്ട ജില്ലയാണ്. 59 ഒരു കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും തമ്മിലുള്ള ബ്ലൂടൂത്ത് കണക്ഷൻ ഏത് തരം നെറ്റ്വർക്കിന് ഉദാഹരണമാണ്? ഓപ്ഷൻ ബി, പാൻ ആണ്. 60 1 KB എന്ന് പറഞ്ഞ എത്രയാണ്? ഓപ്ഷൻ ഡി ആണ്, 1024 ബൈറ്റ്സ് ആണ് കേട്ടോ. 61 താഴെ പറയുന്നവയിൽ ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, മോസില്ല ഫയർഫോഴ്സ് ആണ്. 62 സൈബർ കുറ്റകൃത്യങ്ങളെ കൈകാര്യം ചെയ്യുന്ന ഇന്ത്യൻ നിയമം ഏതാണ്? ഓപ്ഷൻ എ ആണ്, IT ആക്ട് 2000 അമെൻഡഡ് 2008. 63 ആരാണ് WW കണ്ടുപിടിച്ചത്? ഓപ്ഷൻ സി, ടീം ബേണേഴ്സ്ലി ആണ്. 64 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം വകുപ്പ് 34 പ്രകാരം 1 കോടി രൂപ വരെ മൂല്യമുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ ബന്ധപ്പെട്ട പരാതികൾ സമർപ്പിക്കേണ്ടത് എവിടെയാണ്? ഓപ്ഷൻ സി, ജില്ലാ കമ്മീഷനാണ്. 65 2005 ഗാർഹിക പീഡന നിയമത്തിലെ സെക്ഷൻ 18 പ്രകാരം ആർക്കാണ് സംരക്ഷണ ഉത്തരവ് പുറപ്പെടുവിക്കാൻ കഴിയുക? ഓപ്ഷൻ ബി, മജിസ്ട്രേറ്റ് ആണ്. 66 പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ നിയമം 1989 വകുപ്പ് 3 അനുസരിച്ച് അതിക്രമ കുറ്റം ചെയ്തതിന് ആരെയാണ് ശിക്ഷിക്കാൻ കഴിയുക? ഓപ്ഷൻ ഡി ആണ്, പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗ അംഗമല്ലാത്ത ആരെയും. 67 2025 കേന്ദ്ര സാഹിത്യ അക്കാദമി യുവ പുരസ്കാരം മലയാളം വിഭാഗത്തിൽ നേടിയതാരാണ്? ഓപ്ഷൻ ബി, അഖിൽ P ധർമ്മജനാണ്. 68 2025 ഇന്ത്യയുടെ 52ാമത് നോട്ട് ചെയ്തോടെ ഇന്ത്യയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ് ചുമതലയേറ്റതാരാണ്? ഓപ്ഷൻ ഡി, ജസ്റ്റിസ് BR ഗവായാണ്. ഇപ്പൊ നിലവിലെ 53ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് ജസ്റ്റിസ് സൂര്യകാന്ത്. അദ്ദേഹത്തിന് തൊട്ടു മുമ്പ് 52ാമത്തെ, ഇത് നിങ്ങൾ അക്കുവൊക്കെ ഓർത്തു വെച്ചോണേ, 52ാമത് ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് BR ഗവായാണ് കേട്ടോ. 69 2005 വിവരാവകാശ നിയമത്തിലെ വകുപ്പ് 8 പ്രകാരം ഇവയിൽ ഏതുതരം വിവരങ്ങളാണ് വെളിപ്പെടുത്തേണ്ടതല്ലാത്തത്? ഓപ്ഷൻ എ ആണ്, ഇന്ത്യയുടെ പരമാധികാരത്തെയും അഖണ്ഡതയും ബാധിക്കുന്നവ. 70 പോക്സോ ആക്ട് 2012 വകുപ്പ് 10 പ്രകാരം ഗുരുതര ലൈംഗിക അതിക്രമത്തിന് ലഭിക്കാവുന്ന ഏറ്റവും കുറഞ്ഞ തടവ് ശിക്ഷ എത്രയാണ്? ആൻസർ ഓപ്ഷൻ സി, 5 വർഷമാണ്. ഇനി മാത്സ് ആണ് പറയാൻ പോകുന്നത്. 71 ഒരു സമചതുരത്തിന്റെ വികർണം വശമായി വരയ്ക്കുന്ന സമചതുരത്തിന്റെ വിസ്തീർണം 1352 ചതുരശ്ര മീറ്റർ ആണ്, സെന്റിമീറ്റർ ആയാൽ സമചതുരത്തിന്റെ ഒരു വശത്തിന്റെ നീളം എത്രയാണ്? ഓപ്ഷൻ ഡി, 26 ആണ്. അതുപോലെ തന്നെ 72ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടുന്നില്ല, അപ്പം ഡിലീഷൻ ആവാൻ സാധ്യതയുണ്ട്. 73ാമത്തെ ചോദ്യം, ഒരാൾ 3 ബുക്ക് വാങ്ങിയപ്പോൾ 1 ബുക്ക് സൗജന്യമായി ലഭിച്ചു എങ്കിൽ ഡിസ്കൗണ്ട് എത്ര ശതമാനം? ആൻസർ ഓപ്ഷൻ എ 25% 74ന്റെ ആൻസർ ഓപ്ഷൻ ബി 3 ആണ്. 75ന്റെ ആൻസർ ഓപ്ഷൻ സി 5/6 ആണ്. 76ന്റെ ആൻസർ ഓപ്ഷൻ ബി 12/45 ആണ്.
77ന്റെ ആൻസർ ഓപ്ഷൻ എ ശനിയാണ്. 78ന്റെ ആൻസർ ഓപ്ഷൻ ഡി 1330 ആണ്. 79 ഓപ്ഷൻ സി 6 ആണ്. 80ാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ എ 40 ആണ്. ഇനി മാത്സ് ആണ്. ഫ്രേസൽ വെർബ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിട്ടുള്ളത്. മൈ സിസ്റ്റർ ട്രൈസ് ടു ഡാഷ് സം മണി എവരി മന്ത്. അതിന്റെ ആൻസർ ഓപ്ഷൻ സി സെറ്റ് എസൈഡ് ആണ് വരുന്നത്. 82 സിനോണിം ആണ്. ഫ്രൈവലസിന്റെ സിനോണിം എന്താണ്? ഓപ്ഷൻ ഡി സില്ലി ആണ്. സില്ലി ആണ് വരുന്നത്. 83 മസ്കുലിൻ ജെൻഡർ ഓഫ് വിച്ചിന്റെ എന്താണ്? ആൻസർ ഓപ്ഷൻ ബി വിസാർഡ് ആണ്. 84 ചൂസ് ദ കറക്റ്റ് വൺ വേർഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ വൺ ടോക്കിംഗ് എലോട്ട്. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ലൊക്കേഷ്യസ് എന്നാണ്. ലൊക്കേഷ്യസ്. 85ന്റെ ആൻസർ ഓപ്ഷൻ എ 4 ആണ്. 86 ഓപ്ഷൻ ഡി വോൺ ആണ്. 87 ക്വസ്റ്റ്യൻ ടാഗിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് ആറിന്റെ ആണ്. 88ന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് വി വിൽ ബി സപ്പോർട്ടഡ് ബൈ ദ പീപ്പിൾ ആണ്. 89 ഓപ്ഷൻ എ വുഡ് ഹാവ് റീച്ചഡ് ആണ്. 90 ഓപ്ഷൻ ബി ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. റിജിഡിന്റെ ഫ്ലെക്സിബിൾ ആണ്. റിജിഡിന്റെ അനോണിം ഫ്ലെക്സിബിൾ ആണ്. ഇനി മലയാളമാണ്. 91ന്റെ ആൻസർ ഓപ്ഷൻ എ അത്യാപത്താണ്. 92ന്റെ ആൻസർ സലിംഗ ബഹുവചനത്തിന് ഉദാഹരണം ഏതെന്നാണ്? ഓപ്ഷൻ ബി നടികളാണ്. 93 ഹർഷത്തോടു കൂടി ഒറ്റപ്പദം കണ്ടെത്തുക. ഏതാണ്? ഓപ്ഷൻ സി സഹർഷമാണ്. 94 ശരിയായ വാക്യം ഏത്? ഓപ്ഷൻ സി ആണ് തമിഴ്നാട്ടിലെ ഭരതനാട്യത്തിന് സദൃശ്യമായ കേരളത്തിന്റെ കലാരൂപമാണ് മോഹിനിയാട്ടം. 95 പകിട 12 വീഴുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് അനുകൂലമാവുക എന്നാണ്. 96 ശരിയായ പദം തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി അനാസ്ഥയാണ്. 97 സ്വാധീനം എന്ന പദം പിരിച്ചെഴുതി കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് സ്വ പ്ലസ് അധീനമാണ്. 98 തരുണൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗം ഏതാണ്? ഓപ്ഷൻ ഡി തരുണിയാണ്. 99 തത്തയുടെ പരിണാമം അല്ല, തത്തയുടെ പര്യായ പദം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പരഫൃത്തമാണ്. 100ാമത്തെ ഐഹികം എന്നതിന്റെ വിപരീത പദം ഏതാണ്? ഓപ്ഷൻ ഡി പാരത്രികമാണ് കേട്ടോ. പാരത്രികമാണ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഇന്ന് നടന്ന 10th ലെവൽ മെയിൻസ് പരീക്ഷയുടെ ആൻസർ കീ ആണ്. അപ്പൊ ഇന്നത്തെ പരീക്ഷ എഴുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ എത്ര മാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, മാർക്ക് ചെയ്യാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ്. ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ. അപ്പം ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ എത്ര മാർക്ക് ലഭിച്ചിട്ടുള്ളതെന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബാക്കി കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സുകളും അതോടൊപ്പം ബാക്കി ക്ലാസ്സുകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.